നിങ്ങളുടെ സിസ്റ്റത്തിലും ഇതേപോലെയാണ് ഫയലുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ ഓർഗനൈസ് ചെയ്ത് പലതരത്തിലുള്ള ഫോൾഡറുകളിലേക്ക് മാറ്റാൻ പറ്റും. ഇതേപോലെ ജസ്റ്റ് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഷോ മോർ ഓപ്ഷൻസ് കൊടുക്കുന്നു, സെൻഡ് ടു നിങ്ങൾ ഉദ്ദേശിച്ച ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് സെൻഡ് ടു എന്നുള്ളിടത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഫോൾഡേഴ്സിൻ്റെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട്. ആദ്യം തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫോൾഡേഴ്സ്, അതായത് ഏതൊക്കെ ടൈപ്പ് ഫയൽസ് ഉണ്ട് അതിനനുസരിച്ചുള്ള ഫോൾഡേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫോൾഡേഴ്സ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എന്ന് കൊടുക്കുക. അടുത്തതായി റൺ കമാൻഡ് ഓപ്പൺ ചെയ്യുക. റൺ കമാൻഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് കീ +R പ്രസ് ചെയ്താൽ മതി. റൺ കമാൻഡിൽ ഷെൽ സെൻഡ് ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ മോർ ഓപ്ഷൻസ് കൊടുത്തിട്ട് പേസ്റ്റ് ഷോർട്ട് കട്ട് എന്ന് കൊടുക്കുക. നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ഫോൾഡേഴ്സിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ പേസ്റ്റ് ആയിട്ട് വന്നത് കാണാം. ഇനി നമ്മുടെ ഫയൽസ് എല്ലാം അലങ്കോലമായിട്ട് ഇട്ടിരിക്കുന്ന ആ ഫോൾഡറിലേക്ക് വരിക. ആ ഫോൾഡറിൽ ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ബൈ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ ടൈപ്പിനനുസരിച്ച് അറേഞ്ച് ആയിട്ട് വരും. ഇവിടെ ഞാനിപ്പോൾ PDF ഫയൽസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ മോർ ഓപ്ഷൻസ് എടുത്തു, സെൻഡ് ടു PDF ഫയൽസ് എന്നുള്ള ഫോൾഡറിലേക്ക് സെൻഡ് കൊടുത്തു. ഇതേപോലെ എല്ലാ ഫയലുകളും ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മളുടെ സമയം അധികം മെനക്കെടുത്താതെ നമ്മളുടെ പേഴ്സണൽ ഫയൽസൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം നമ്മൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഫയൽ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നുള്ളതാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.